എന്റെ ഓരോ വാക്കിനും അവിടെ ഇവിടെയുള്ള അടർത്തിയെടുത്തുകൊണ്ട് മതവിദ്വേഷമെന്ന് വരുത്തി മീഡിയകളും ഉപയോഗിച്ചുകൊണ്ടും എന്നെ തകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിലെ 150ഓളം യൂണിയനുണ്ട്, 7000 മേൽ ശാഖയുണ്ട്. ഇതിൽ 10 യൂണിയനെങ്കിലും എനിക്കെതിരായി ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? വേണ്ട. 7000 മേൽ ശാഖകളുണ്ടല്ലോ. ഇവരും വേറെ ഇവരുടെ ചിങ്കിടികളും പലരും ഉണ്ടല്ലോ. ഇവർക്ക് 10 ശാഖയെ കൊണ്ട് വെള്ളാപ്പള്ളി നടേശനും നയപരിപാടികളും തെറ്റാണെന്ന് ഒരു പ്രമേയം പാസ്സാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പൊ എന്റെ സമുദായം എന്റെ കൂടെയുണ്ട്. ലീഗിന്റെ കൂടെ അവരുടെ സമുദായം മുഴുവൻ ഉണ്ടോ? ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ ഒരു കർഷകരുള്ളത്. ആ മുസ്ലിം സമുദായത്തിലെ എത്രയോ നല്ല ആളുകൾ അവർ മുസ്ലിം സമുദായത്തിന്റെ ഈ സംഘടനയ്ക്ക് വെളിയിലാണ്. അപ്പൊ മലപ്പുറത്ത് സീറ്റ് കിട്ടി. മലപ്പുറം അവരുടേതാണല്ലോ. അത് സീറ്റ് കിട്ടിയെന്നുള്ളത് കൊണ്ട് അവരുടേതാണ് മലപ്പുറം നമ്മൾ സംഭവിച്ചപ്പോൾ മലപ്പുറം പാർട്ടിയാണെന്ന് പറഞ്ഞില്ലേ? അതിന് അവിടെ ഇരുന്നോട്ടെ. അതിന് എന്തിനാ ക്രൂശിക്കുന്നത്? അപ്പൊ എന്ന് നോക്കിയാലും ടിവിയിലായാലും പത്രത്തിലായാലും ഇതെല്ലാം എടുത്ത് എനിക്കിട്ട് കൊടയുന്ന ഇടപാട്. നിങ്ങൾ സത്യം മനസ്സിലാക്കി കൊടയാനുള്ള കാരണമുണ്ട്. പണ്ട് നേരത്തെ എന്റെ അണ്ണനും തമ്പിയായിട്ട് കൊണ്ടുവരുന്നതല്ലേ? എന്നാണ് ഇഷ്ടക്കുറവുന്നത്? ആരും വിളിച്ചപ്പോൾ ഞാൻ ചെല്ലാഞ്ഞുകൊണ്ടല്ലേ എന്നോട് ഇഷ്ടക്കുറവ് വന്നത്. അതൊക്കെ എന്നെ കൊണ്ട് എന്തെല്ലാം കൊണ്ടും എവിടെയെല്ലാം നടന്നവരാണ്. അപ്പൊ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. അതുകൊണ്ട് ഒരുപാട് പ്രസിദ്ധി തരണം ചെയ്തവനാണ് ഞാൻ. മരണത്തെ മുമ്പിൽ കണ്ടവനാണ്. പറഞ്ഞതെല്ലാം പറഞ്ഞു തന്നെ. ആ പറഞ്ഞതിൽ നിന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. നിലപാടുകളിൽ നിന്നും മാറ്റമില്ല. ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടേതായ ബോഡിയിൽ എടുക്കുന്ന തീരുമാനമാണ്. വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന തീരുമാനമല്ല. ആ ബോഡിയിൽ എടുക്കുന്ന തീരുമാനമായി ധൈര്യമായി തന്റെ അടുത്തോടുകൂടി ഞങ്ങൾ നീങ്ങും. ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തി ഭയപ്പെടുത്തി SNDP യോഗത്തെയോ യോഗ നേതാക്കന്മാരെ ഇരുത്താമെന്നോ തളർത്താമെന്നോ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവര് മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും എന്ന് മാത്രമേ ഇപ്പൊ പറയാനിരിക്കുള്ളൂ. കഥകറിയ ഒരുപാട് ആട്ടുകൾ കാണുന്നു. വടകരക്കല്ലുണ്ടല്ലോ, ഇത് അയ്യപ്പന്റെ സുധീരനാണെന്ന് വിചാരിച്ച് പാടുന്നവരുണ്ട്. അതൊക്കെ അവർക്ക് കാരണം അതെല്ലാം ഇപ്പൊ പാട്ട് കേൾക്കുമ്പോൾ സുഖം തോന്നും. അങ്ങനെ ഈ പാട്ടിന്റെയും കൂത്തിന്റെയും പുറകെയൊന്നും ആരും പോയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ കാണുക. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഇടതിന് ഒരു കുറവോ വളരെ വലിയ തകർച്ചയോ എന്നും പറയാത്തില്ല. അത് ബാലൻസ് ചെയ്തിപ്പോൾ പോവുകയാണ്. അതുകൊണ്ട് അടുത്ത ഭരണത്തെ സംബന്ധിച്ചിടത്തോളം മത്സരം അടുപ്പ് നടക്കുന്നത്. അത് ആര് വരുമെന്ന് നമുക്കൊന്നിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഇലക്ഷന് ഇടതുപക്ഷത്തിന് ക്ഷീണം വന്നു എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷം ഇന്ന് മുങ്ങിപ്പോയി എന്നൊന്നും ആരും കരുതുന്നത് ശരിയല്ല. കണക്ക് വെച്ച് തന്നെ ഞാൻ പറയാം. ഇതിനു മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ഈ വീണ്ടും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. ഇപ്പോൾ ആര് വരുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്റെ കണക്കനുസരിച്ച് അടുത്ത പ്രാവശ്യം പിണറായി തന്നെ വരും. കണക്കനുസരിച്ച്. കാരണം ഇത്രയും മോശം പരിസ്ഥിതി വന്നിട്ട് ഇങ്ങനെയല്ല കിടക്കുന്നത്. വലിയ പരിക്കില്ല എന്നാണ്. വലിയ പരിക്കില്ല. അതേ സമയത്ത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള സിസ്റ്റം മാറി. ആ സിസ്റ്റം മാറുമ്പോഴത്തെ ഓരോ കുഴി എത്ര വോട്ടിന് ഓരോരുത്തരും ചെയ്യണം? 1000, 2000, 500 വോട്ടിലൊക്കെയാണ് ഓരോ അസംബ്ലി നിയോജകമണ്ഡലം. നിങ്ങളൊന്ന് ആലോചിക്കണം. ഏറ്റവും കൂടുതൽ നിയോജകമണ്ഡലങ്ങളുള്ള ജില്ലകളിലെല്ലാം ഇത് CPM മുമ്പിലാണ്. യാഥാർത്ഥ്യബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റണം. ഓരോരോ പത്രക്കാരായാലും മീഡിയയായാലും അവരുടേതായ മനസ്സിലിരിക്കുന്ന അനുസരിച്ച് ഒന്നും വ്യാഖ്യാനിച്ച് പറയുന്നത്. അത് കേട്ടോട്ടെ. ഈ കാണാൻ പോണ പൂരല്ല 3 മാസം കൂടെ കഴിയുമ്പോൾ ഇനി ഒന്നുകൂടെ കാണാം. അതുകൊണ്ട് നമസ്കാരം.